ഓക്കെ. അപ്പൊ ഇന്ന് നമുക്ക് നമ്മുടെ ഫാർമക്കോഗ്നോസിന്റെ കുറച്ച് പോർഷൻസ് നമ്മൾ സ്കിപ്പ് ആയിട്ടുണ്ട്. ആ പോർഷൻസ് ആണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. സോ അതിനകത്ത് ഏറ്റവും ഫസ്റ്റ് ആന്റി ഡയബറ്റിക് ഏജൻസ് ആണ്. ആന്റി ലെപ്രോട്ടിക് വരെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. സോ ആന്റി ഡയബറ്റിക് ആണ്. ഞാൻ ടെക്സ്റ്റിന്റെ ഫോട്ടോ നമ്മുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പം അത് വെച്ചിട്ട് തന്നെ ഫോളോ ചെയ്യുക. ഫസ്റ്റ് ഡ്രഗിന്റെ ഞാൻ ഓൾറെഡി വോയിസ് ഇട്ടിട്ടുണ്ട്, എന്നാലും നിങ്ങളൊന്ന് കേട്ടോ. ഓക്കെ. So first is anti-diabetic agent tirocarpus. It is also called as കുറച്ച് സിനോണിമും കൂടെ ഉണ്ട്. ബിജാസാൽ, ഇന്ത്യൻ കിനോ ട്രീ, മലബാർ കിനോ, അസന, രക്തചന്ദൻ എന്നൊക്കെയാണ് അതിന്റെ സിനോണിംസ്. അപ്പൊ കിനോ എന്നുള്ള വേർഡ് നോട്ട് ചെയ്യാം കേട്ടോ. അത് കുറെ എടുത്ത് ക്വസ്റ്റ്യൻസ് ആയിട്ട് തിരോകാർപ്പസിന്റെ പല കാര്യങ്ങൾ പറയുമ്പോൾ കിനോ, റെഡ് കിനോ, ടാനിക് ആസിഡ് അങ്ങനെയുള്ള പുതിയ പേരുകൾ നിങ്ങൾ കേൾക്കും. സോ കിനോ എന്ന് വെച്ചാൽ ഇറ്റ് റെഫേഴ്സ് ടു തിരോകാർപ്പസ്. വേങ്ങ എന്നാണ് മലയാളത്തിൽ ഈ മരത്തിന് പറയുന്നത്. ഓക്കെ. സോ ബിജാസാൽ, ഇന്ത്യൻ കിനോ ട്രീ, റെഡ് സാൻഡൽവുഡ്, മലബാർ കിനോ, ഇതൊക്കെയാണ് രക്തചന്ദൻ, ദെൻ വിജയ് സാഗർ, അങ്ങനെയൊക്കെയാണ് ഇതിന് പറയുന്ന പേരുകൾ. അപ്പം പ്രധാനമായിട്ടും ഇത് ഒരു പ്ലാന്റിന്റെ മെയിൻ ആയിട്ടുള്ള കാതലില് ചെറിയ ചെറിയ ഇൻസിഷൻസ് ഇടും. അവിടെ നിന്ന് കളക്ട് ചെയ്യുന്ന അതിന്റെ ഡ്രൈഡ് ജ്യൂസിനെയാണ് നമ്മൾ നമ്മുടെ ഡ്രഗ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. സോ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ദ ഡ്രൈഡ് ജ്യൂസ് ഓഫ് ദ പ്ലാന്റ് തിറോകാർപ്പസ് മാർസുപ്പിയം ഫാമിലി ലെഗൂമിനോസിയെ. ഫാമിലി മറക്കാൻ പാടില്ല. ഫാമിലി ഈസ് ലെഗൂമിനോസിയെ. obtained by making vertical incisions to the stem bark, collected and dried. Okay. So Gujarat, Madhya Pradesh, Uttar Pradesh, Bihar, Orissa അങ്ങനെയുള്ള ഹില്ലി റീജിയൻസിലൊക്കെ ആയിരിക്കും പ്രധാനമായിട്ടും കാണുന്നത്. അതേപോലെ കേരള, കർണാടക, വെസ്റ്റ് ബംഗാൾ, ആസാം, നമ്മുടെ അതിർത്തികളിലും നമ്മുടെ വനങ്ങളിലും ഒക്കെ നമുക്ക് എന്ത് കാണാൻ സാധിക്കാറുണ്ട്? ഈ തിറോകാർപ്പസിനെ കാണാൻ പറ്റും. ഞാൻ ഫോട്ടോ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ഒരു യെല്ലോ കളർഡ് ഫ്ലവർ ഉള്ള ഒരു ട്രീ ആണ്. ഓക്കെ. സോ ഓർഗാനോലെപ്റ്റിക് ക്യാരക്ടർ പറയണെങ്കിൽ റൂബി റെഡ് കളർ, ഓർഡർലെസ്, ആസ്ട്രീജന്റ് ആണ്. കിട്ടുന്ന ഗ്രെയിൻസ് എല്ലാം ആംഗുലാർ ഗ്രെയിൻസും ആയിരിക്കും. ഓക്കെ. സോ ദ പീസസ് ഓഫ് കിനോ ആർ ആംഗുലാർ, ഗ്ലിസ്റ്റനിങ്, ട്രാൻസ്പെറന്റ്, ബ്രേക്കിംഗ് വിത്ത് വിട്രിയസ് ഫ്രാക്ചർ. ആൻഡ് ഇറ്റ് ഈസ് പാർട്ട്ലി സോല്യൂബിൾ ഇൻ വാട്ടർ. അതായത് വെള്ളത്തില് പാർട്ട്ലി സോല്യൂബിളും ആൽക്കഹോളിൽ കംപ്ലീറ്റ്ലി സോല്യൂബിളും ആയിരിക്കും തിറോകാർപ്പസ്. ഇറ്റ് കണ്ടെയ്ൻ കിനോ, ടാനിക് ആസിഡ്, കിനോ റെഡ്, കിനോയിൻ, ദെൻ പൈറോകാറ്റച്ചിൻ, റെസിൻ, ഗാലിക് ആസിഡ് ഒക്കെ. കിനോ ടാനിക് ആസിഡ് എന്ന് പറയുന്നത് ഒരു നോൺ ഗ്ലൂക്കോസിഡൽ ടാനിൻ ആണ്. വൈൽ കിനോ റെഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് an anhydride of quinoin. Okay, so quinoin is an insoluble flofafine and produce the action of oxidase enzyme, and it is dark in color than quinotanic acid. Quinotanic acid വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കിനോയിന് കുറച്ചും കൂടെ എന്താ പറയാ കളർ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതിനെ ബോയിൽ ചെയ്യുകയാണെങ്കിൽ, വെള്ളത്തിലിട്ട് തിളപ്പിക്കുകയാണെങ്കിൽ ഇത് ഡാർക്ക് കളർ വരാതിരിക്കാൻ വേണ്ടി സഹായിക്കും. അത് നമ്മളിപ്പോ വെള്ളത്തിലിട്ടിട്ട് തിളപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ കളറ് എന്താ പറയാ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. ഡാർക്കർ കളറിലേക്ക് പോവില്ല. ബിക്കോസ് അതിന്റെ എൻസൈംസ് എല്ലാം ഡാർക്കർ കളറിലേക്ക് പോകുമ്പോൾ ഡീഗ്രേഡ് ചെയ്യാതെ ഇരിക്കും നമ്മളതിനെ ബോയിൽ ചെയ്യുകയാണെങ്കിൽ. ഓക്കെ. ഇനി 3 ടെസ്റ്റുകളാണ് ഐഡന്റിഫിക്കേഷന് വേണ്ടിയിട്ടുള്ളത്. ഒന്ന്, ഫെറസ് സൾഫേറ്റ് വരെ ട്രീറ്റ് ചെയ്യുമ്പോൾ ഗ്രീൻ കളർ കിട്ടും. 2, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് വഴി ട്രീറ്റ് ചെയ്യുമ്പോൾ ഒരു വയലറ്റ് കളർ കിട്ടും. 3, മിനറൽ ആസിഡ് വഴി ട്രീറ്റ് ചെയ്യുമ്പോൾ ഒരു പ്രസിപ്പിറ്റേറ്റ് കിട്ടും. ഇത്രയുമാണ് തിറോകാർപ്പസിന്റെ ഐഡന്റിഫിക്കേഷൻ. ഏതൊക്കെയാണ്? ഒന്ന്, ഫെറസ് സൾഫേറ്റ് വഴി ട്രീറ്റ് ചെയ്യുമ്പോൾ ഏതാ കളർ കിട്ടുക? ഗ്രീൻ. ദെൻ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ട്രീറ്റ് ചെയ്യുമ്പോൾ വയലറ്റ് കളർ കിട്ടും. അതേപോലെ പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യും വെൻ മിനറൽ ആസിഡ്സ് വഴി ട്രീറ്റ് ചെയ്താൽ. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി ഒരു കാര്യം കൊണ്ട്, എന്താണ് അതിന്റെ ഉപയോഗം? ഒരു പവർഫുൾ ആസ്ട്രീജന്റ് ആണ്. ഡയറിയക്ക് യൂസ് ചെയ്യാം, ഡിസെൻട്രിക്ക് ഉപയോഗിക്കാം, പാസീവ് ഹെമറേജ്, ടൂത്ത് ഏക്ക്, അതേപോലെ ഡൈയിങ്, ടാനിങ്, പ്രിന്റിങ്, ഇതിനെല്ലാം നമുക്ക് ഇവരെ ഉപയോഗിക്കാം. ദെൻ അക്വസ് ഇൻഫ്യൂഷൻ ഓഫ് ദ വുഡ് സെഡ് ടു ബി ഓഫ് മച്ച് യൂസ് ഇൻ ഡയബറ്റിസ്. അതായത് അതിന്റെ ഒരു ലിക്വിഡ് എക്സ്ട്രാക്ട് കിട്ടിക്കഴിഞ്ഞാൽ ആ ലിക്വിഡ് എക്സ്ട്രാക്ട് ഓഫ് ഈ തിറോകാർപ്പസ് നമുക്ക് ഡയബറ്റീസിന് യൂസ് ചെയ്യാം. ഓക്കെ. അപ്പം ഇപ്പൊ നമുക്ക് ഈ എന്താ പറയാ മറ്റേ ഗ്രാമോദയ, ഖാദി പോലെയുള്ള സ്ഥലങ്ങളിൽ ഈ വേങ്ങ ഉപയോഗിച്ചിട്ടുള്ള കപ്പുകൾ കിട്ടും. അപ്പൊ ആ കപ്പില്
നമ്മൾ ഈ പർട്ടിക്കുലർ ടീ അല്ലെങ്കിൽ കോഫി അല്ലെങ്കിൽ വെറും ഹോട്ട് വാട്ടർ ഇട്ട് വെച്ചിട്ട് നമ്മൾ കുടിക്കുകയാണെങ്കിൽ അവിടെ ഒരു അക്വസ് ഇൻഫ്യൂഷൻ നമുക്ക് കിട്ടും അല്ലെ. ആൽക്കഹോളിക്കോ അല്ലെങ്കിൽ അക്വസ് എക്സ്ട്രാക്ട് ഓഫ് ദിസ് ഹാർട്ട്വുഡ് എന്ത് ചെയ്യാറുണ്ട്, ഒരു ഹൈപ്പോഗ്ലൈസീമിക് ആക്ഷൻ നമുക്ക് തരാറുണ്ട്. സോ ഏറ്റവും ആദ്യത്തെ ആന്റി ഡയബറ്റിക് ഏജന്റ് ആണ് നമ്മൾ പറഞ്ഞത് ടിറോകാർപ്പസ്, ബൈജാസൽ, ഇന്ത്യൻ കിനോ ട്രീ, റെഡ് സാൻഡൽവുഡ്, മലബാർ കിനോ and Rekhtachandan, Vijay Sagar. Okay, dried juice of the plant Tirocarpus marsupium leaf family Leguminosae obtained by making vertical incisions to the stem bark and dry area. Tannins under tannins containing drug 70 to 80% of quinotannic acid, quino red, then pyrocatechin അല്ലെങ്കിൽ catechol, resin, gallic acid. ഇത്രയും സാധനങ്ങളാണ് അതിലുള്ളത്. Gallic acid എന്താ ഏജന്റ്? Gallic acid is an antioxidant. Okay, then it is used as an anti-diabetic, astringent in the treatment of diarrhea and dysentery. Passive hemorrhage, toothache നൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ആൻഡ് സൊല്യൂഷൻ കോപ്പർ സൾഫേറ്റിനോട് ട്രീറ്റ് ചെയ്താൽ നമുക്ക് ഗ്രീൻ കളർ കിട്ടും. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ട്രീറ്റ് ചെയ്താൽ വയലറ്റ് കളർ കിട്ടും. മിനറൽ ആസിഡ് ട്രീറ്റ് ചെയ്താൽ പ്രസിപ്പിറ്റേറ്റ് കിട്ടും. ഫസ്റ്റ് ഡ്രഗ് കഴിഞ്ഞേ. സോ നെക്സ്റ്റ് ഡ്രഗ് നോക്കാം. നെക്സ്റ്റ് ഈസ് ജിംനിവ സിൽവസ്ട്രേ. ഇതൊരു പ്രധാനമായിട്ടുള്ള ഡ്രഗ് ആണ്, ചോദിക്കാറുമുണ്ട് കേട്ടോ ക്വസ്റ്റ്യൻസ്. സോ സിനോണിം എന്താണ്? ഗുഡ്മർ, മധുനാശിനി എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. സോ ജിംനിമ, ഗുഡ്മർ ആൻഡ് മധുനാശിനി എന്നാണ് അറിയപ്പെടുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ദ ലീഫ് ഓഫ് ദ പ്ലാന്റ് Gymneva sylvestre. Okay, so it consists of the leaves of the plant Gymneva sylvestre family Asclepidaceae. Asclepidaceae. Okay, so ജിംനിവ പ്രധാനമായിട്ടും ആന്റി ഡയബറ്റിക് ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. അതിന്റെ ഇലകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ ജിറോകാർപ്പസിന്റെ എന്തായിരുന്നു ഉപയോഗിക്കുന്നത്? അവിടെ നിന്ന് കിട്ടുന്ന ഡ്രൈഡ് ജ്യൂസ് ആണ് എടുത്തത്. ജിംനിമയാണ് നമ്മൾ ലീവ്സ് ആണ് എടുക്കുന്നത്. വുഡി ക്ലൈംബർ, ഒരു ക്ലൈംബർ ആണ്, ഇന്ത്യയിൽ ഉണ്ടാകാറുണ്ട്. അതേപോലെ ഡെക്കാൻ പെൻസിലിൽ ഇതൊക്കെ കോമൺ ആയിട്ട് കാണാൻ പറ്റാറുണ്ട്. ആൻഡ് യൂഷ്വലി മെഡിസിനൽ പർപ്പസിന് വേണ്ടി കൾട്ടിവേറ്റ് ചെയ്യുന്ന ഒരു പ്ലാന്റും കൂടിയാണ് ജിംനിവ. ഓക്കെ, സോ ഒരു പടർപ്പിൽ ഇങ്ങനെ വളരുന്ന ഒരു ചെടിയാണ്. ഗ്രീൻ കളർ, പ്ലസന്റ് അല്ലെങ്കിൽ അരോമാറ്റിക് ഓർഡർ, ടേസ്റ്റ്ലെസ്. ഓക്കെ, എലിപ്റ്റിക് അല്ലെങ്കിൽ ഓവേറ്റ് വിത്ത് അക്യൂട്ട് അല്ലെങ്കിൽ അക്യുമിനേറ്റ് ആപെക്സ്. Okay, so the leaves are chewed, have remarkable property of paralyzing the taste gland for few hours, again sweet and bitter taste. അപ്പം എക്സ്ട്രാ ഫീച്ചേഴ്സ് ആണ്. ഓക്കെ, സോ ഇലകൾ നമ്മൾ ചവച്ച് കഴിയുകയാണ് എങ്കിൽ നമ്മുടെ നാക്കിലുള്ള ടേസ്റ്റ് ഗ്ലാൻഡിൽ കുറച്ച് സമയത്തേക്ക് ഒരു ഡീസെൻസിറ്റൈസേഷൻ ഉണ്ട്. മധുരം അല്ലെങ്കിൽ കയപ്പിനോടൊക്കെ ഒരു ഡീസെൻസിറ്റൈസേഷൻ ഉണ്ട്. ലോവർ സർഫസ് ഓഫ് ദ ലീഫ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ പ്യൂബിസെന്റ് ആൻഡ് ദ ബേസ് ഈസ് റൗണ്ടഡ് ആൻഡ് ചോർഡേറ്റ്. ഓക്കെ, ഇനി കെമിക്കൽ കോൺസ്റ്റുവൻസ് നോക്കാലോ. ദ ലീവ്സ് കണ്ടെയ്ൻ ഹെൻഡ്രിയോകോൺറ്റെയിൻ, പെൻട്രിയാകോൺറ്റെയിൻ, ഫൈറ്റിൻ, ആൽഫ ആൻഡ് ബീറ്റ ക്ലോറോഫിൽ, റെസിൻ, tartaric acid, formic acid, butyric acid, mucilage, inostinol, D-quercetrol, gymnemic acid, anthraquinol derivatives. ഇത്രയും സാധനം ജിംനവയ്ക്കകത്തുണ്ട്. ആരൊക്കെയാണ്? contain traces of alkaloid. Then എന്തൊക്കെയുണ്ട് വേറെ? ആൽക്കലോയിഡ്സ് പ്രസന്റ് ആണ്. Then Pendria contain, Hendria contain, phytin,
alpha beta chlorophyll, resin, tartaric acid, formic acid, butyric acid, mucilage, inostinol, D-quercitol, then gymnamic acid എന്ന് പറയുന്നത് ഒരു ആന്റി സ്വീറ്റനിങ് കോമ്പൗണ്ട് ആ. കാരണം എന്താ, നാക്കിലിട്ട് ടേസ്റ്റ് ബഡ്സിനെ അവര് ഡീസെൻസിറ്റൈസ് ചെയ്യും. ഓക്കെ, ദെൻ gymnamic acid is an anti-saccharin principle. അതാണ് നമ്മൾ പറയുന്നത്. It is an anti-sweetening compound, anti-saccharin principle occurring as potassium salt. Okay, so gymnamic acid എന്ന് പറയുന്നത് ഒരു ഗ്ലൈക്കോസൈഡ്, ഇപ്പൊ നമ്മൾ സക്സസീവ് എക്സ്ട്രാക്ഷൻ ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയം ഒരു പ്രധാനമായിട്ടുള്ള ഒരു കമ്പോണന്റ് ആണ് ജിംനിവ. ഓർഗാനിക് സോൾവെന്റിലൂടെ നമുക്ക് അതിനെ എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ദെൻ ഈഥൈൽ അസറ്റേറ്റ് ഫ്രാക്ഷൻ ഓഫ് ജിംനമിക് ആസിഡിന് ഒരു പാരലൈസിങ് ഇഫക്റ്റ് ഉണ്ട് നമ്മുടെ ടേസ്റ്റ് ബഡ്സിൽ. ഓക്കെ, സോ ആ ഒരു പോയിന്റ് ആലോചിക്കുക. ഡൈല്യൂട്ട് സൊല്യൂഷൻസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഓർഗാനിക് സോൾവെന്റുള്ള എക്സ്ട്രാക്ട് ആയിക്കോട്ടെ, നമ്മുടെ ടേസ്റ്റ് ബഡ്സിനെ അനസ്തൈറ്റൈസ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഉണ്ട്. Then leaves shaken with water give copious foam and addition of dilute hydrochloric acid and forms voluminous precipitate. Okay, അപ്പൊ എന്താണ് ലീവ്സ് ഷേക്കൺ വിത്ത് വാട്ടർ? അപ്പൊ വെള്ളവുമായിട്ട് ഈ ജിംനിയുടെ ഇലകളെ നമ്മൾ ഇളകിക്കാൻ നല്ലതുപോലെ പത വരും. നമ്മൾ അതിലേക്ക് ഡൈല്യൂട്ട് HCl ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വോളുമിനസ് പ്രസിപ്പിറ്റേറ്റ് കിട്ടും. ഓക്കെ, സോ ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എൻ ആന്റി ഡയബറ്റിക്, സ്റ്റൊമക്കിയ, സ്റ്റിമുലന്റ്, ലാക്സേറ്റീവ്, ഡയൂററ്റിക്. ഓക്കെ, സോ ആന്റി ഡയബറ്റിക് ആയിട്ടുള്ള ഫോർമുലേഷൻസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. പക്ഷേ ഹൈപ്പോഗ്ലൈസെമിക് ഇഫക്റ്റ് നമ്മൾ പ്രതീക്ഷിക്കണം. കാരണം നമ്മുടെ ഇൻസുലിൻ സെക്രീഷൻ പാൻക്രിയാസ് എന്നുള്ളത് കംപ്ലീറ്റ്ലി അത് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഡയറക്റ്റ് സ്റ്റിമുലേഷൻ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ഇൻസുലിൻ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുകയും നമ്മുടെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവല് താഴ്ന്നു പോവുകയും ചെയ്യും. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഡയൂററ്റിക്സിനെ പറ്റിയിട്ടാണ്. അപ്പൊ ഡയൂററ്റിക്സിനകത്ത് എന്താ നമുക്കറിയാവുന്നത്? എന്താ ഡയൂററ്റിക് ചെയ്യുന്നത്? Diuretics will increase the flow of urine. Okay, so therapeutic important ആയിട്ടുള്ള ഒരു ഏജന്റ് ആണ് ഡയൂററ്റിക്സ്. അപ്പൊ ഇത് വാട്ടറും അതേപോലെ തന്നെ സൊല്യൂട്ട്സിന്റെയും എക്സ്ക്രീഷൻ കൂട്ടുന്നു. മെനി ഡ്രഗ്സ് നോൺ ടു കോസ് ഡയൂററ്റിക് ആക്ഷൻ, അവർ കുറച്ച് മെക്കാനിസംസ് ഉണ്ട്, അതുവഴിയാണ് ഡയൂററ്റിക് ആക്ഷൻ ഇമ്പാർട്ട് ചെയ്യുന്നത്. ഒന്ന്, റീനൽ ബ്ലഡ് ഫ്ലോ കൂട്ടും, ഇൻക്രീസസ് ദ റീനൽ ബ്ലഡ് ഫ്ലോ ആൻഡ് ഗ്ലോമുറുലാർ ഫിൽട്രേഷൻ റേറ്റ് കൂട്ടുന്നു. Although such action leads to diuretic effect, secondary effect is exerted by these drugs. The examples of such groups are cardiac glycosides, xanthine derivatives, caffeine, plasma volume expanders, and gum. ഇവരൊക്കെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ റീനൽ ബ്ലഡ് ഫ്ലോ കൂട്ടുന്നു, ഗ്ലോമുറുലാർ ഫിൽട്രേഷൻ കൂട്ടുന്നു. അപ്പൊ എന്താ സംഭവിക്കുക? മോർ amount of water will be lost. Next mechanism, the other drugs increase the solute excretion in the glomerular filtrate and tubular fluid. This group include drugs acting in two different mechanisms. അവരെയാണ് നമ്മൾ ഓസ്മോട്ടിക് ഡയൂററ്റിക്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഈ ഗ്രൂപ്പിലുള്ള ആൾക്കാർ എന്താണ് ചെയ്യുന്നത്? സൊല്യൂട്ടിന്റെ എക്സ്ട്രാക്ഷൻ ആയിരിക്കും അല്ലെങ്കിൽ എക്സ്ക്രീഷൻ ആണ് കൂടുതലായിട്ടും കൂടുന്നത്. This will increase the solute excretion in the glomerular filtrate അല്ലെങ്കിൽ tubular fluid. Then they are freely filtered at the glomerulus. ഗ്ലോമറുലസിനടുത്തുനിന്ന് ഈസി ആയിട്ട് ഫിൽട്ടർ ചെയ്ത് പോകുന്നു. അതേപോലെ റീഅബ്സോർപ്ഷൻ എന്ത് ചെയ്യുന്നു? സ്റ്റോപ്പ് ചെയ്യുന്നു. It will stop the reabsorption. They will be showing very little reabsorption through the renal tubules. The other drugs inhibit sodium reabsorption from the glomerular filtrate. So this will increase the amount of solute excretion. അതേപോലെ സൊല്യൂട്ട് മാത്രമല്ല വാട്ടറിന്റെ എക്സ്ക്രീഷനും കൂട്ടും. ഇപ്പൊ രണ്ട് മെക്കാനിസം ഇപ്പൊ പറഞ്ഞേ. ഒന്നാമത്തെ മെക്കാനിസം എന്താ? റീനൽ ബ്ലഡ് ഫ്ലോ കൂട്ടിക്കൊണ്ട് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ കൂട്ടിക്കൊണ്ട് എക്സ്ക്രീഷൻ കൂട്ടാം. രണ്ട്, അതിൻ്റെ അകത്ത് മിക്സപ്പ് ആയിട്ടുള്ള ഇലക്ട്രോലൈറ്റ്സിന്റെ മൂവ്മെന്റ് കൂട്ടി റീഅബ്സോർപ്ഷൻ കുറച്ചുകൊണ്ടും ഡയൂററ്റിക്സിനെ ആക്ട് ചെയ്യാം. ഓക്കെ, സോ അപ്പം ഇതാണ് അതിന്റെ പ്രധാനമായിട്ടുള്ള മെക്കാനിസംസ്. ഇപ്പൊ ഡയൂററ്റിക്സ് ഒരുപാട് പ്രൊഫൈലാറ്റിക് യൂസ് ഉണ്ട്. ഒന്ന്, അക്യൂട്ട് റീനൽ ഫെയിലിയർ, റെഗുലേഷൻ ഓഫ് ഓസ്മോട്ടിക് പ്രഷർ, ട്രീറ്റ്മെന്റ് ഓഫ് ഗ്ലൂക്കോമ, ട്രീറ്റ്മെന്റ് ഓഫ് എഡിമ, ഇവിടെയൊക്കെ നമുക്കിതിനെ ഉപയോഗിക്കാം. ഫ്രം ദ നേച്ചർ, ദ പ്ലാന്റ്സ് ലൈക്ക് ഗോക്രൂ, പുണർവ, ടീ, കോഫി,
ഡിജിറ്റാലിസ്, ഇവർക്കൊക്കെ ഡയൂററ്റിക് പ്രോപ്പർട്ടി ഉണ്ട്. ആർക്കൊക്കെ ഉണ്ട്? ഗോക്രു, പുണർവ, tea, coffee and digitalis, all these are having diuretic property. It increases the flow of urine. ഈ ഡയൂററ്റിക്സിന്റെ ക്ലാസിഫിക്കേഷൻ നിങ്ങൾക്ക് അറിയോ? ഡയൂററ്റിക്സ് എന്ന് പറയുന്ന ഒറ്റ കാറ്റഗറി അല്ല, ഒരുപാട് ഡയൂററ്റിക്സ് ഉണ്ട്, ടൈപ്സ് ഉണ്ട്. കാർഡിയാക് ഡയൂററ്റിക്സ് ഉണ്ട്. കാർഡിയാക് ഡയൂററ്റിക്സ് എവിടെയാണ് ഉണ്ടാവുക? കാർഡിയാക് ഗ്ലൈക്കോസൈഡ്സ്, ഡിജിറ്റാലിസ്, അല്ലെങ്കിൽ സിമിലർ ആയിട്ട് കാർഡിയോട്ടോണിക് പ്രോപ്പർട്ടീസ് ഉള്ളവർ എന്ത് ചെയ്യുന്നറിയോ? അവർ സർക്കുലേഷൻ കൂട്ടും. സർക്കുലേഷൻ കൂട്ടുമ്പോൾ എന്ത് പറ്റും? ബ്ലഡ് ഫ്ലോയും കൂടും, അതുപോലെ കിഡ്നിയിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കൂടും, ഡയൂറിസിസ് സംഭവിക്കും. ദെൻ അതാണ് കാർഡിയാക് ഗ്ലൈക്കോസൈഡ്സ് ചെയ്യുന്ന പരിപാടി. അപ്പം കാർഡിയാക് ഗ്ലൈക്കോസൈഡ്സ് കാർഡിയാക് ഡയൂററ്റിക് ആയിട്ട് തന്നെയാണ് ആക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് പ്യൂരിൻ ഡയൂററ്റിക്. പ്യൂരിന്റെ എക്സാമ്പിൾസ് ആണ് കഫീൻ, തിയോഫിലിൻ, തിയോബ്രോമിൻ, അവരൊക്കെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് ഡയൂററ്റിക് ആക്ഷൻ തരും. നെക്സ്റ്റ് ഈസ് ഓസ്മോട്ടിക് ഡയൂററ്റിക്. ഇവരെന്ത് ചെയ്യും? ഡ്രഗ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് യൂറിന്റെ ഫോർമേഷൻ കൂട്ടുന്നു, അവരെ യൂറിനിൽ കൂടെ എക്സ്ക്രീറ്റ് ചെയ്യുന്നു, ആൻഡ് ഓസ്മോട്ടിക് ഇഫക്റ്റ്. ഓക്കെ, ദിസ് വിൽ ഡിക്രീസ് ദ ട്യൂബുലർ റീഅബ്സോർപ്ഷൻ. അപ്പം ആലോചിക്കാം, നമുക്ക് ഡയൂററ്റിക് ഇഫക്റ്റ് ഉണ്ടാക്കാൻ സാധ്യമാകുന്നത് ഒന്ന് റീഅബ്സോർപ്ഷൻ കുറയ്ക്കുക, രണ്ട് ബ്ലഡ് ഫ്ലോ കൂട്ടുക. ഈ രണ്ട് മെക്കാനിസം ആണ് പൊതുവെ ചെയ്യാൻ പറ്റുക. സോ പ്യൂരിൻ ഡയൂററ്റിക് ചെയ്യുന്നത് എന്താ? സെൻട്രൽ നെർവസ് സിസ്റ്റം സ്റ്റിമുലന്റ്, കഫീൻ ഒക്കെ, അവരും ഡയൂററ്റിക് ആണ്. ഓസ്മോട്ടിക് ഡയൂററ്റിക് എന്താ ചെയ്യേണ്ടത്? യൂറിന്റെ ഫോർമേഷൻ എൻഹാൻസ് ചെയ്യും. ഓക്കെ, എന്നിട്ട് യൂറിൻ എക്സ്ക്രീറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കും ഡ്യൂ ടു ഓസ്മോട്ടിക് ഇഫക്റ്റ്. അപ്പൊ ഓസ്മോട്ടിക് ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? കൂടുതലുള്ളിടത്ത് നിന്ന് കുറച്ചിടത്തേക്ക് നമ്മൾ വിടും അല്ലെ. അവൻ കൂടുതലായിട്ട് യൂറിൻ ഫോർമേഷൻ വരുമ്പോൾ അതിനെ ശരീരത്തിന്റെ അകത്തുനിന്ന് പുറത്തേക്ക് എക്സ്ക്രീറ്റ് ചെയ്യും. ദെൻ ട്യൂബുലർ റീഅബ്സോർപ്ഷൻ ഓഫ് വാട്ടർ. സലൈൻ ഡയൂററ്റിക്സിന്റെ പ്രത്യേകത എന്താണ്? അവര് റീനൽ ത്രെഷ്ഹോൾഡ് കുറയ്ക്കുന്നു, ന്യൂട്രൽ സോൾട്ടുകൾ ചെയ്യുന്നത് പോലെ റീനൽ ത്രെഷ്ഹോൾഡ് കുറയ്ക്കുന്നു, ഡയൂററ്റിക് ആക്ഷൻ തരുന്നു സലൈൻ ഡയൂററ്റിക്സ്. ദെൻ ആസിഡിഫൈയിങ് ഡയൂററ്റിക്സ് ഉണ്ട്. അവരുടെ പരിപാടി എന്താണ്? ദിസ് ടൈപ്പ് ഓഫ് ഡ്രഗ് കോസസ് increased formation of urine by producing a degree of acidosis. Okay, അപ്പം അവര് ഫോർമേഷൻ ഓഫ് യൂറിനിലാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. പക്ഷേ അവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അസിഡോസിസ് എന്ന് പറയുന്ന പ്രോസസ്സിനായിരിക്കും, അല്ലെങ്കിൽ ആ പ്രോസസ്സിലൂടെ ആയിരിക്കും യൂറിൻ ഫോർമേഷൻ കൂട്ടുന്നത്. ഓക്കെ, സോ ദിസ് ഡയൂറിസിസ് വിൽ ഹെൽപ്പ് ദ കിഡ്നി ടു എക്സ്ക്രീറ്റ് എക്സസ് ഓഫ് ആസിഡ് along with some ഫിക്സ്ഡ് ബേസ് അല്ലെങ്കിൽ എക്സ്ട്രാ വാട്ടർ. ആൽക്കലൈൻ ഡയൂററ്റിക് ആകുമ്പോഴും അവരും ഡയൂറിസിസ് തന്നെ ഹെൽപ്പ് ചെയ്യും. പൊട്ടാസ്യം സോൾട്ടുകളാണ് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. അവർ നമ്മുടെ വാട്ടറിനെ നമ്മുടെ കിഡ്നിയിൽ റീറ്റെയിൻ ചെയ്യാൻ അനുവദിക്കില്ല. ഓക്കെ, നോട്ട് റീറ്റെയിൻഡ് ആൽക്കലൈൻ. നെക്സ്റ്റ് മർക്കുറി കോമ്പൗണ്ട്സ് കിഡ്നിക്ക് ഇറിറ്റേഷൻ ആണ് ഉണ്ടാക്കുക. ഓക്കെ, കിഡ്നിക്ക് മാത്രമല്ല ട്യൂബ്സിനും അത് ഇറിറ്റേഷൻ ആണ് ഉണ്ടാക്കുക. അവരെന്താ ചെയ്യുന്നത്? റീഅബ്സോർപ്ഷൻ സ്റ്റോപ്പ് ചെയ്യും. സോ മർക്കുറിയുടെ പരിപാടി എന്താ? റീഅബ്സോർപ്ഷൻ സ്റ്റോപ്പ് ചെയ്യുന്നു. സോ തെറാപ്യൂട്ടിക് പ്രാക്ടീസിൽ ദേ ആർ നോട്ട് യൂസ്ഡ് ബിക്കോസ് അവരെന്ത് ചെയ്യും? കിഡ്നിയെ ഡാമേജ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ പൊതുവെ മർക്കുറി യൂസ് ചെയ്യാറില്ല. അത് റീഅബ്സോർപ്ഷൻ ഇൻഹിബിറ്റ്. നെക്സ്റ്റ് ഈസ് വോളറ്റൈൽ ഓയിൽ ഡയൂററ്റിക്സ്. വോളറ്റൈൽ ഓയിൽ ആയിക്കോട്ടെ, ഒലിയോ റെസിൻ ആയിക്കോട്ടെ, മർക്കുറി പോലെ തന്നെ ഒരു ഇറിറ്റന്റ് ആക്ഷൻ ആണ് ഉണ്ടാക്കുന്നത് ട്യൂബ്സിലും കിഡ്നിയിലും. അപ്പൊ ഈ റീഅബ്സോർപ്ഷൻ ഇൻഹിബിറ്റ് ചെയ്യും, എന്നിട്ട് അവരെന്ത് ചെയ്യും? ഡയൂറിസിസ് പ്രൊമോട്ട് ചെയ്യും. എക്സാമ്പിൾസ് പറയട്ടെ, ബൊച്ചു ലീവ്സ് എന്ന് പറയും. ഓക്കെ, വോളറ്റൈൽ ഓയിൽ ഡയൂററ്റിക്കിന്റെ എക്സാമ്പിൾസ് ആണ്. ആന്റിസെപ്റ്റിക് ഇഫക്റ്റിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ലീഫാണ് ബൊച്ചു, BUCHU, ബൊച്ചു ലീഫ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഗോക്രു. ഓക്കെ, അടുത്തതാണ് ഗോക്രു. അപ്പം ആന്റി ഡയൂററ്റിക് ഏജന്റിനകത്ത് ഉള്ള ഡ്രഗുകളുടെ പേരൊന്ന് ആദ്യം പഠിച്ചു വെച്ചേ. ഗോക്രു, പിന്നെ വരുന്ന ഏജന്റ് ആണ് പുനർവ. ഓക്കെ, സോ ഗോക്രു ആൻഡ് പുനർവ. ഗോക്രു നോക്കാം. പങ്ക്ചർ വൈൻ എന്നാണ് ഗോക്രുവിന് അറിയപ്പെടുന്നത്. ട്രിബുലസ് അല്ലെങ്കിൽ പങ്ക്ചർ വൈൻ എന്നാണ് ഗോക്രു അറിയപ്പെടുന്നത്. ഗോക്രു ഈസ് പങ്ക്ചർ wine. So it consists of dried, ripened fruit of the plant Tribulus terrestris. Okay, Tribulus terrestris എന്ന് പറയുന്ന പ്ലാന്റിന്റെ റൈപ്ഡ് ഫ്രൂട്ട് ആണ് ഉപയോഗിക്കുന്നത്. ബിലോങ്സ് ടു ദ ഫാമിലി Sigophyllaceae.
Zygophyllaceae and should not contain not less than 0.5% of diosgenin അല്ലെങ്കിൽ dried bases. Okay, so Gokru puncture white tribulus എന്നൊക്കെ അറിയപ്പെടുന്നു. It consists of dried fully ripened fruit of the plant Tribulus terrestine, belongs to the family Zygophyllaceae. Family ചിലപ്പോൾ ചോദിക്കാം കേട്ടോ. Zygo, Gokru Zygophyllaceae. Zygophyllaceae. Then the drug is found widely distributed warmer region of the plant. Okay, so throughout the India, Sri Lanka, West Tibet like നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഈ ഗോക്രു നമുക്ക് കാണാൻ സാധിക്കും. ഫ്ലവേഴ്സ് മെയിൻലി റെയിനി സീസണിലാണ് ഉണ്ടാകുന്നത്. നമ്മൾ അതിനെ കളക്ട് ചെയ്യുന്ന എപ്പോഴാണ്? ഒക്ടോബർ നവംബർ മാസങ്ങളാണ് നമ്മളിത് കളക്ട് ചെയ്യുന്നത്. ഓക്കെ, ഡ്രൈഡ് ഫുള്ളി റൈപ്പൺ ഫ്രൂട്ട് ഓഫ് ദ പ്ലാന്റ് ഓഫ് ദി Tribulus terrestris. Tribulus terrestris. Okay, so fruits ഒരു grey കളർ ഫ്രൂട്ട് ആണ്. greenish to grey കളർ. ഓർഡർ സപ്പോർട്ട് ഒക്കെ ആലോചിച്ചോ. ഒരു ഗ്രീനിഷ് ടു ഗ്രേ എന്ന് പറയുമ്പോൾ സപ്പോർട്ടഡ് ഒക്കെ ഒരു നിറം മനസ്സിലായി. സപ്പോർട്ട് പോലത്തെ ഒരു മരം എന്നൊക്കെ അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ചു വെക്കുക കേട്ടോ. ദെൻ ഓർഡർലെസ് ആണ്, ബിറ്റർ ആണ്. ഫ്രൂട്ട്സ് ഗ്ലോബോസ്, കൺസിസ്റ്റ് ഓഫ് 5 to 10 വുഡി കോക്കൈ ഉണ്ട്. ഞാൻ അതിന്റെ ഒരു ഫിഗർ കിട്ടുമെങ്കിൽ ഇട്ട് തരാം. ഞെരിങ്ങിൽ എന്ന് പറയുന്ന സാധനം കേട്ടിട്ടുണ്ടോ? ഞെരിങ്ങില് അതിന്റെ ഫോട്ടോ കാണിക്കുന്നതിനേക്കാളും അതിന് ഡ്രൈഡ് ഫോം ആയിരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒന്ന് ഫെമിലിയർ ആവാം. നമ്മള് ഞെരിഞ്ഞിൽ വെള്ളം ഒക്കെ, ഞെരിഞ്ഞിൽ എന്ന് പറയുന്ന സാധനം കേട്ടിട്ടുണ്ടോ? നാട്ടിൻപുറത്തൊക്കെയുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഞെരിഞ്ഞിൽ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്. സോ ഇത് മെയിൻലി നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാണെന്നറിയോ? യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് ഒക്കെ വരുമ്പോ നമുക്ക് ആ ഒരു ഫ്ലോ ഇംപ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ് ഗോക്രു. ഓക്കെ, ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തു. ഇതാണ് സാധനം ഗോക്രു. കണ്ട, ഡ്രൈഡ് റൈപ്പ് ഫ്രൂട്ട്സ് ഓഫ് ദ പ്ലാന്റ്. ഏതാ പ്ലാന്റ്? ട്രിബുലസ് ടെറസ്ട്രസ്. കണ്ടോ, ഇതാണ് ഗോക്രു. ഞെരിഞ്ഞിൽ എന്ന് പറയും, നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവും. ഇതാണ് അതിന്റെ യെല്ലോ കളർ ഫ്ലവർ ആണ്. അതിനകത്ത് സൂക്ഷ്മം നോക്കിയാൽ കാണാം. കണ്ടോ, അതിന്റെ പച്ച കളറിലുള്ള ഒരു ഫോം. ഇറ്റ് ഈസ് ഫ്രം ഒരു എന്താ പറയാ ഗ്രീൻ കളറിന് ഒരു ബ്രൗൺ കളറിലെ ഒരു ചെറിയ സാധനമാണ് കേട്ടോ ഗോക്രു എന്ന് പറയുന്നത്. Okay, so next one, fruits are greenish to grey, colorless, bitter. Fruits are globose and consist of what? 5 to 10 woody cockle, each with 2 pairs of hard, sharp, divergent spines. അത് കണ്ടില്ലേ, മുള്ളുകൾ പോലെ ഇങ്ങനെ നിൽക്കുന്നില്ലേ, ഡൈവേർജന്റ് സ്പൈൻസ് ഉണ്ട്. സോ ഈ റൂട്ട്സ് എന്ന് പറയുന്ന സാധനം സിലിണ്ടറിക്കൽ ആണ്, ഫെയിൻലി അരോമാറ്റിക്. നമ്മൾ റൂട്ടും ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, സോ ദ ഡ്രഗ് കണ്ടെയ്ൻ ട്രേസസ് ഓഫ് ആൽക്കലോയിഡ് ഹാർമൈൻ ആൻഡ് ഹാർമൻ. ഇത് മറക്കല്ലേ, HARMAIN, ഹാർമൈൻ ആൻഡ് ഹാർമൻ. ഓക്കെ, ഇതാണ് പ്രധാനമായിട്ടും നമ്മൾ കോഗ്നോസിയില് ഗോക്രു പഠിക്കുമ്പോൾ പഠിക്കണ്ടേ. ഹാർമൈനും ഹാർമൻ എന്ന് പറയുന്ന 2 ആൽക്കലോയിഡ് ഉണ്ട്. അഡീഷണലി അവരുടെ സാപ്പോണിൻസ് ഉണ്ട്. അത് സ്റ്റിറോയിഡൽ സാപ്പോജെനിൻസ് ആണ്. ഡയോസ്ജെനിൻ, ജിറ്റോജെനിൻ, ദെൻ ക്ലോറോജെനിൻ, റൂസ്കോജെനിൻ എന്നൊക്കെ പറയും. ഓൺ ഹൈഡ്രോളിസിസ് നമുക്ക് ഇവരെ എല്ലാവരെയും കിട്ടും. അതേപോലെ റൂട്ട്സ് ആൻഡ് ലീവ്സ്, they contain saponins. Okay, റൂട്ടിലും ലീഫിലും അതേപോലെ ഉള്ളതാണ് സാപ്പോണിൻസ് എന്ന് പറയുന്നത്. Okay, saponins. Then flavonoids, camphorol, tribuloside and the derivatives ഒക്കെ നമുക്ക് കിട്ടും. നമുക്ക് ലീഫിൽ നിന്നും ഫ്രൂട്ടിൽ നിന്നും ഒക്കെ ഇത് ഐസൊലേറ്റ് ചെയ്യാം. ഫിക്സ്ഡ് ഓയിൽ, റെസിൻ,
trace of essential oil, nitrates, ഇവരെല്ലാവരെയും നമുക്ക് ഉപയോഗിക്കാം. Then fatty oil possess excellent drying properties. Then Pedalium murex, Pedalicae, അതിനെയാണ് നമ്മൾ ബെഡാകോക്രു എന്ന് വിളിക്കുന്നത്. ഓക്കെ, ബെഡാകോക്രു എന്ന് വിളിക്കുന്ന ആരെയാണ്? Pedalium murex, which belongs to the family of Pedalicae. ഇത് മെയിൻലി നമ്മുടെ ഈ ഒരു എന്താ പറയാ കടലിന്റെ ഒക്കെ ഒരു സൈഡിലെ നമ്മുടെ എന്താ പറയാ തീരദേശം അവിടെകളിലൊക്കെയാണ് പ്രധാനമായിട്ട് ഉണ്ടാവുക. ഇതിനെ ബെഡാഗോക്രു എന്ന് വിളിക്കുന്നത് എന്താ? ഇവിടെ വലുതായതിനെ. സോ പെഡാൽ എന്നുള്ള വേർഡിന്റെ മലയാളം മീനിങ് എന്താ? പെഡൽ നമ്മൾ കാല് വെക്കുന്ന വശം അല്ലെ. സോ പെഡൽ എന്ന് പറയുന്ന വേർഡ് റിലേറ്റ് ചെയ്ത് വെക്കുക, കുറച്ച് വലുതാണ് എന്നുള്ളത് കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്ത് വെക്കുക. Then ഈ ഫ്രൂട്ടിനകത്ത് ഫാറ്റി ഓയിൽ ഉണ്ട്, മ്യൂസിലേജ് ഉണ്ട്, ആൽക്കലോയിഡ് ഉണ്ട്, റെസിൻ ഉണ്ട്. ആൽക്കലോയിഡിന്റെ ട്രേസസ് ഏതൊക്കെയാ കാണുന്നത്? ഹാർമൈൻ ആൻഡ് ഹാർമൻ, ദെൻ സാപ്പോണിൻ, ഫ്ലാവനോയിഡ്, ട്രിബുലോസൈഡ്, അതിന്റെ ഡെറിവേറ്റീവുകളൊക്കെ നമുക്ക് ഈ ഫ്രൂട്ടിലും ലീഫിലും ഒക്കെ കാണാൻ പറ്റും. ഓക്കെ, then fruits are used as diuretic, tonic, then calculus affections, painful micturations. Okay, so diuretic ആയിട്ട് ഉപയോഗിക്കാറുണ്ട്, then tonic ആയിട്ട് ഉപയോഗിക്കാറുണ്ട്, then calculus affections യൂസ് ചെയ്യും. ഇപ്പം ചില സമയം സ്റ്റോണക്കിലോ പെയിൻഫുൾ മിക്ചുറേഷൻ ഒക്കെ വരുന്ന സമയം നമ്മൾ ഇതിനെ ഉപയോഗിക്കാറുണ്ട്. They are also used as aphrodisiac and in ഗൗട്ട്. ഓക്കെ, സോ ഗോക്രു എന്ന് പറയുന്ന ആയുർവേദിക് പ്രിപ്പറേഷൻസ് ദശമൂലാരിഷ്ട ചവനപ്രാശത്തിലേക്ക് ഒരു പ്രധാന ഇൻഗ്രീഡിയന്റ് ആണ് ഗോക്രു. ബെഡാ ഗോക്രു എന്ന് പറയുന്ന ഒരു ഡയൂററ്റിക് ആയിട്ടും ഡിസ്യൂറിയയിലും ഗൊണോറിയയിലും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഡയൂററ്റിക് ഏജന്റ് ആണ് ഗോക്രു. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് പുണർവ. ഓക്കെ, പുണർവ എന്നുള്ള വേർഡ് എന്താ മീൻ ചെയ്യുന്നത്? Punarva is also a diuretic. Okay, Punarva is also a diuretic. Punarvയുടെ ഇമേജ് കാണിക്കാൻ പറ്റുമെങ്കിൽ കാണിക്കും. ഓ ഗോഡ്, കറണ്ട് പോയി കേട്ടോ. മൈ ഗോഡ്, നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ കുട്ടികളെ?